I hate Kalyani. I want to kill her. കൊല്ലും ഞാൻ അവളെ. ഞാൻ ചോദിച്ച ഐറ്റം തന്നെയല്ലേ? അതെ, ഇറ്റ്സ് ഡെഡ്ലി. ഇനി നീ പോയിക്കോ. നിന്നെ ആരും ഇവിടെ കാണണ്ട. എന്തൊക്കെ പ്രോഗ്രാം മാറ്റിവെച്ചാലും കോളേജിലെ പ്രോഗ്രാമിന് പങ്കെടുക്കായിരുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കള് രണ്ടുപേരും പഠിക്കുന്ന കോളേജല്ലേ, ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ അവക്ക് നിശാന്തിന് സന്തോഷായനെ. ക്യാബിനറ്റ് നടക്കുകയല്ലേ, ഇപ്പൊ ഒന്നും പറ്റത്തില്ല. എന്തായാലും അവരെല്ലാം റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിന്റെ പേരിൽ വലിയ ആവശ്യത്തിലാണല്ലോ. വളരെ മിടുക്കരായ കുട്ടികള് തകർത്ത് അഭിനയിക്കുന്നെന്നാ പ്രിൻസിപ്പൾ വിളിച്ചപ്പോ പറഞ്ഞത്. റോമിയോ ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മഹിയാണ്. അവൻ അവിടുത്തെ ലെക്ചർ കൂടിയാണല്ലോ. പിന്നെയാണ് കോമഡി. നമ്മുടെ രമാദേവിയുടെ വീട്ടിലെ ജോലിക്കാരി ഉണ്ടല്ലോ, കല്യാണി, അവളെയാണ് ജൂലിയറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവള് വേലക്കാരിയാണെന്നത് കാര്യമില്ല, ആ പെണ്ണ് വളരെ നന്നായി അഭിനയിക്കുന്നുണ്ട് പോലും. നാടകം വിജയിക്കുന്നതാണല്ലോ പ്രധാനം. ഒരു നാടകത്തിൽ അവർ ഒന്നിച്ച് അഭിനയിച്ചുകൊണ്ട് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. ഞാൻ മോഹിച്ച വേഷമാണത്, എനിക്ക് കിട്ടേണ്ട വേഷം. പക്ഷേ അത് ആ വേലക്കാരി കൊണ്ടുപോയി. കോളേജിൽ ഇതൊക്കെ സാധാരണയല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ നിശാന്തിനെ നോക്ക്, അവനും റോമിയോയിട്ട് അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ പെർഫോമൻസ് ഡയറക്ടറിന് ഇഷ്ടായില്ല. അവൻ പരാതിയൊന്നും പറയാതെ മാറി നിന്നല്ലോ. ചേട്ടൻ അങ്ങനെ മാറി നിക്കാം, കാരണം അവൻ കെട്ടാൻ പോകുന്ന പെണ്ണൊന്നും അല്ലല്ലോ, വേറൊരു പയ്യന്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. മഹി എന്നെ കെട്ടാൻ പോകുന്ന പയ്യനാ. അവൻ ആ വീട്ടിലെ വേലക്കാരിയോടൊപ്പം ലവ് സീൻസ് അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനതേ സമ്മതിക്കുകയില്ല. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ മോളെ. നാടകം എന്നൊക്കെ പറയുന്ന ഒരു കലയല്ലേ, അവിടെ കലാകാരന്മാര് പറയുന്നതാണ് നിയമം. എന്നാ അച്ഛൻ അയാളെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചൂടെ? ആ വേഷം എനിക്ക് തരണമെന്ന് പറഞ്ഞൂടെ അച്ഛന്? മോളെ, നീ പറയുന്ന എന്ത് കാര്യവും അച്ഛൻ സാധിച്ചു തരും. പക്ഷെ ഇതൊന്നും പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഈ ദക്ഷയെ തോൽപ്പിച്ചിട്ട് ഒരാളും കോളേജിൽ ഒരു ചുക്കും ചെയ്യില്ല. അതിനെ ഞാൻ സമ്മതിക്കയില്ല. ഈ ദക്ഷയെ പറയുന്നത്. അവളെ വളർത്തിയതിൽ എനിക്ക് കുറച്ച് തെറ്റുപറ്റി. ലാളനെ കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം. ശരിയാ, ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ മോള് തയ്യാറാകുന്നില്ല. ഇനി അവളെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാം സ്വന്തം ഇഷ്ടം പോലെ നടക്കണമെന്നൊരു വാശിയാ ഇപ്പൊ അവക്ക്. ഞാൻ നിന്റെ റോമിയാണ് ജൂലി, നിന്റെ മാത്രം റോമിയോ. നിനക്ക് വേണ്ടി മറ്റെല്ലാം ത്യജിച്ച് നിന്റെ മുന്നിൽ ഒരു പ്രേമയാചകനായി മാറി നിൽക്കുന്ന നിന്റെ റോമിയോ. എന്റെ റോമിയോ, എന്റെ ജൂലി. എല്ലാവർക്കും ആ വേലക്കാരി പെണ്ണിനെ പുകഴ്ത്താൻ മാത്രമേ നേരമുള്ളൂ. എന്റെ അച്ഛനും അമ്മയും പോലും അവളെ പുകഴ്ത്തി സംസാരിക്കുന്നെ. അവക്ക് ടാലന്റ് ഉണ്ട് പോലും. ആ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ടാലന്റ് ഇല്ലാന്നല്ലേ?
എനിക്കുണ്ടാവുന്ന ഓരോ നാണക്കേടിനും അവള് തന്നെ സമാധാനം പറയേണ്ടി വരും. ഏറ്റവും വലിയ അപമാനം എന്റെ മഹിയുടെ കാമുകയായിട്ട് അവൾ അഭിനയിക്കാൻ പോകുന്നതാ. ഛെ, നാണക്കേട്. ഇതിലേറ്റവും വലിയ സങ്കടം ആ ജോഡിയെ എന്റെ അമ്മയും അച്ഛനും പോലും അംഗീകരിക്കുന്നുള്ളതാ. ഐ ഹേറ്റ് കല്യാണി. ഐ വോണ്ട് ടു കിൽ ഹർ. കൊല്ലും ഞാൻ അവളെ. മതി മതി. ആ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അഭിനയിച്ചെന്ന് തോന്നുന്നു. നല്ല മനോഹരമായിട്ട് അഭിനയിച്ചു. പക്ഷെ ഒരിടത്ത് മാത്രം ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ കെട്ടിപ്പിടിച്ചില്ലേ? കൈ നോട്ടിക്കേ, നീട്ട്. ഇവിടത്തെ റോമിയോയുടെയും ജൂലിയറ്റിന്റെയും നാടകത്തിന്റെ ട്രാജഡി ക്ലൈമാക്സ് ഞാൻ തന്നെ ഐശ്വര്യമായിട്ട് തുടക്കം കുറിച്ചു. ഈ കൈ ദാ ഇങ്ങനെ പിടിച്ച് ദാ ഇങ്ങനെ ദേഹത്തോട് കെട്ടിയണച്ച് ചേർത്ത് പിടിച്ച് ദാ ഇങ്ങനെ മുഖത്തോട് മുഖം ചേർത്ത് ഹായ് ഹായ്. ഇനി മഹിയെങ്ങാനും ആയിരിക്കോ? അനസൂയ. എന്തെങ്കിലും അർജന്റ് ഇൻഫർമേഷൻ ആയിരിക്കോ? കൊല്ലും ഞാൻ അവളെ. എന്റെ മഹിയെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന അവളെ ഞാൻ കൊല്ലും. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല.